തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം എങ്ങനെ സുവിശേഷം ഈ ലോകത്തിന് കൊടുക്കാമെന്നതിനെക്കുറിച്ച് നമ്മൾ ചുരുക്കമായി ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഒരു ചെറിയ വിഷയം ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവത്തെ അറിയാമോ? എങ്ങനെയാണ് നാം ദൈവത്തെ അറിയുന്നത്? നമ്മൾ ചുറ്റുപാടുകളെ പരിശോധിക്കുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുന്നു. ഇന്നിപ്പോഴുള്ള വ്യവസ്ഥ അനുസരിച്ച് ഓരോരുത്തർ അവരുടേതായിരിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ ദൈവത്തോട് അടുപ്പിക്കാൻ പരിശ്രമിക്കുന്നു. ക്രൈസ്തവരാണെങ്കിൽ അവർ 7-ാം ദിവസം അല്ലെങ്കിൽ 9-ാം ദിവസം കുഞ്ഞിനെ കൊണ്ടുപോയി മാമോദീസ മുക്കുന്നു. മറ്റ് ഹിന്ദുക്കളാണെങ്കിൽ അമ്പലത്തിൽ പോയി സമർപ്പിക്കുന്നു. അപ്പം അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ചിറകിൽ വളർത്താനായിട്ടുള്ള ഒരു പരിശ്രമമുണ്ട്. എന്നാൽ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അവന് ഇതുപോലെ മനസ്സിലാകുന്നുണ്ടോ? 7-ാം ദിവസത്തിൽ സ്നാനപ്പെടുത്തിയാൽ ആ കൊച്ചിന് എന്ത് ലഭിക്കുന്നു? അല്ലെങ്കിൽ എന്നാണ് ഈ കൊച്ചിന് ഈ ദൈവത്തോടൊരു ബന്ധമുണ്ടാകുന്നത്? നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ പഠിച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു സാർവത്രിക മനോഭാവം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ 7-ാമത്തെ വയസ്സിലിങ്ങനെ ആദ്യ കുർബാന സ്വീകരണം എന്ന ഒരു ചടങ്ങിലൂടെ യേശുവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധം സ്ഥാപിച്ചു. അപ്പം അങ്ങനെ ആ വ്യക്തിബന്ധം സ്ഥാപിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരികയാണ് ചെയ്തത്. ഞാൻ ജനിച്ചു വളർന്ന ആ തറവാട് എനിക്ക് ഇട്ടിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരു കൊച്ചു വീട്ടിൽ താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ തുടർന്ന് മാതാപിതാക്കളുടെ അഭാവത്തിൽ ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ പ്രാർത്ഥനയുടേതായിരിക്കുന്ന ഒരു അനുഭവം എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ലഭിച്ചു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ മുന്നേറുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഓരോന്നിനായിട്ട് ഓരോ പരിഹാരമുണ്ടാകുകയാണ്. അപ്പം അങ്ങനെ ആ പരിഹാരം ഉണ്ടായപ്പോൾ ഞാൻ ദൈവത്തിൽ ഉള്ള ഒരു വിശ്വാസം എന്നിൽ വർദ്ധിച്ചു വരികയാണ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൽ ഉള്ള വിശ്വാസം എന്നിൽ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവം നല്ലവനാണ്, അവിടുന്ന് വല്ലഭനാണ്, അവിടുന്ന് വാക്കുമാറാത്തവനാണ്, ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി. അപ്പോൾ അങ്ങനെ ആണ് സത്യത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക്, അപ്പം ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് നമ്മുടെ അനുഭവങ്ങൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ അനുഭവത്തിലൂടെ നമ്മൾ വിശ്വാസത്തിൽ വളരും. അങ്ങനെ എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ഞാൻ ഉയരുന്നു. തുടർന്ന് നമ്മൾ ദൈവവചനത്തിലേക്ക് ചെല്ലുമ്പോൾ, ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഈ സത്യം നമുക്ക് വെളിപ്പെട്ട് വരും. ഉദാഹരണത്തിന് എൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അതിപ്രകാരമാണ്: എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അതായത് നമുക്ക് കുട്ടിക്കാലത്ത് ലഭിച്ചതായിരിക്കുന്ന അറിവുകൾ, അപ്പോൾ ആ അറിവുകൾ
ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവരെന്ന് പറയുന്നത്. ദൈവത്തിലെ കൽപ്പനകൾ നമുക്കറിയാം. എല്ലാറ്റിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. എന്നിരുന്നാൽ പോലും അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് ദൈവം കൃപ നൽകുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എൻ്റെ പിതാവായ ദൈവം അവനെ സ്നേഹിക്കുന്നു. വീണ്ടും ഞാനും അവനെ സ്നേഹിച്ച്, യേശു പറയുന്നതാണ്, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. അങ്ങനെ എൻ്റെ 30-ാമത്തെ വയസ്സിൽ ഈ ഒരു വലിയ വെളിപ്പെടുത്തൽ, ഈ ദൈവം ജീവിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ അനുഭവം. ഞാൻ ഒരു വഴിയെ കൂടെ നടന്നു പോകുമ്പോൾ ഒരു വലിയൊരു ശക്തി എൻ്റെ മേൽ ആവസിച്ചുകൊണ്ട് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അത് കർത്താവിനെ കുറിച്ചുള്ള വലിയ അറിവിലേക്ക് എന്നെ ഉയർത്തി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം.